ഞാൻ എൻ്റെ മനസ്സിൽ ഒരു പെണ്ണ് എന്തായി അതാ ഇവിടാ എന്നെ ഒരു പെണ്ണ് ലൈനടിക്കാൻ നോക്കിണ്ടേ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടേ ഇത്ര റിച്ച് ആകാൻ കാരണം ഈ ഫോൺ കൊണ്ടാണ്. അപ്പൊ ആൾക്കാർ പറയണ്ടല്ലോ കമന്റിൽ എല്ലാത്തിലും ഇവിള് ജോലിക്ക് പോയി ജയിലിക്ക് പോകുന്നു, ഇവിൾക്കൊരു സേഫ് ഉണ്ട് അവിടെ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ആരെങ്കിലും? ഇപ്പൊ ഞാനിപ്പോ പണിക്ക് പോയി ഇവള് ഒറ്റയ്ക്ക് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പോയിക്കിണ്ട് ആർക്ക് പോയി? എനിക്ക് പോയി, എന്റെ പെണ്ണ് നഷ്ടമാവും. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. ഇല്ലേ എനിക്ക് വേറെ പെണ്ണ് കിട്ടിയിരിക്കും. പക്ഷെ അതാണോ ജീവിതം? സ്നേഹിച്ച് പെണ്ണിനെ കൊലയ്ക്ക് കൊടുത്തിട്ട് മറ്റുള്ള പെണ്ണിനെ കെട്ടുന്നതാണോ ജീവിതം? ഈ ലോകത്തുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ ഉണ്ടാകുമ്പോ വേറെ പെണ്ണിന്റെ കൂടെ പോണതും ഇല്ല ഭർത്താവ് മറ്റേ പെണ്ണിന്റെ കൂടെ കെട്ടുന്നതും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ അതിൽ കൂട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഒരു പെണ്ണ് എന്തായി അതാ ഇവിടാണ്. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ സ്റ്റേ എടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ ഇപ്പോഴല്ല, ഈ ഈ 6-7 മാസം മുന്നേ എന്നെ ഒരു പെണ്ണ് ലൈനടിക്കാൻ നോക്കിണ്ടേ സ്റ്റേ എടുത്ത് വെച്ചിട്ടേ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ ലൈനാക്കി നോക്കിണ്ടേ. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആണുങ്ങളും മോശമാണ്, പെണ്ണുങ്ങളും മോശമാണ്. പറഞ്ഞിട്ട് എന്ത് കാര്യം? പക്ഷെ എനിക്ക് കല്യാണം കഴിഞ്ഞ എന്റെ ഭാര്യ ഉണ്ടെന്ന് എനിക്ക് മാത്രമല്ല അറിയുള്ളൂ. ഒരു പെണ്ണ് എന്റെ അടുത്ത് വന്നിട്ട് എന്നെ തന്നെ നോക്കുക, ഇങ്ങനെ ഞാൻ കൈ വയ്ക്കുമ്പോ കൈ വന്ന് മുക്കുക, അപ്പൊ ഞാൻ കൈ എടുത്തു. കാരണം ഇപ്പോഴത്തെ കാലം അങ്ങനെയാണേ, ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊട്ട് കഴിഞ്ഞാൽ പീഡനക്കേസായി മാറും. അതുകൊണ്ട് നമ്മളായിട്ട് ഒതുങ്ങി മുഖ ചെയ്തത്. അപ്പൊ ഈ ലോകം എല്ലാം ഞങ്ങള് അറിഞ്ഞു. ഇപ്പൊ കയ്യിനും കൂടി മുട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ ബസ് പറഞ്ഞാൽ നമ്മളിപ്പോ തിരക്കുണ്ടെങ്കിൽ നമ്മൾക്ക് മുട്ടി അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ പ്രതികരിക്കാൻ നിന്ന് വെച്ചാൽ അത് തെറ്റല്ലേ? അത് അവര് അറിഞ്ഞുകൊണ്ടല്ലോ, തിരക്കും കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. അറിഞ്ഞിട്ട് മുട്ടുക പറഞ്ഞാൽ നമുക്ക് അത് ചോദിക്കാം, അറിയാണ്ട് മുട്ടുമ്പോ നമുക്ക് അത് പ്രതികരിക്കാൻ പറ്റും. ഇപ്പൊ ഒരൊറ്റ ഈ മനുഷ്യന്മാരെ കാണുന്നവർക്കൊക്കെ ഒരൊറ്റ ഇതല്ലോ, ഒരു മൊബൈല് കയ്യിലുണ്ട് എന്തും ചെയ്യാന്നുള്ള തീരുമാനമില്ലേ, അത് തെറ്റാണ്. നമ്മള് ആദ്യം അവന്റെ കുടുംബം നോക്കുക. ഇല്ലെങ്കിലോ ഇതേ ഞങ്ങളെ വെച്ച് എത്രയോ പാവപ്പെട്ടവരുണ്ട്, അവരൊന്ന് ശ്രദ്ധിക്കുക. അവർക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കുക. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു കളിയാക്കി പറയല്ല ചെയ്യുന്നത്. അവർക്ക് ഒരു നേരം ആഹാരം അങ്ങനെ സന്തോഷമില്ലേ, അതാണ് നമ്മളിന്റെ മനസ്സിൽ. ഇത് എന്താണ്, ഒരു വീഡിയോ കണ്ടു അവന് കുറ്റം പറിച്ചുള്ളൂ, പക്ഷെ അടുത്ത വീഡിയോ വരുമ്പോ അവരിനും കുറ്റം പറഞ്ഞു. അവർക്ക് എന്ത് കിട്ടാൻ പോകും? നാണം കെടുത്തിട്ടും കൊച്ചിട്ട് എന്ത് കിട്ടാൻ പോകും? ഞങ്ങളുടെ വീഡിയോക്ക് തന്നെ എത്ര നാണം കെടുത്തിട്ടാണുള്ളത് പറഞ്ഞത്. പക്ഷെ അതിലൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഞമ്മ അത് മാറിപ്പോയിട്ടില്ല, പോയിട്ടില്ല. അപ്പൊ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്റെ ഇൻസ്റ്റാഗ്രാം കണ്ടാ അറിയാലോ, അപ്പൊ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾക്കൊക്കെ ഞങ്ങളിനെ ഇഷ്ടം. കാരണം ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ആരെങ്കിലും അനാവശ്യം അയച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് എടുക്കാൻ പറ്റില്ല. ഈ ഫോൺ ഇതാ എവിടെ ഫോൺ ഈ ഫോണാണ്, ഇതാണ് ഞങ്ങളുടെ കയ്യിലുള്ള. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര റിച്ച് ആകാൻ കാരണം ഈ ഫോൺ കൊണ്ടാണ്. ഇത് പിന്നെ ഹാങ് ആവും ചെയ്യുന്നുണ്ട്. ഇതിൽ അങ്ങനെ ചെയ്യാനും പറ്റില്ല. കമന്റ് ഇട്ടവരുടെ പേര് വെച്ചിട്ട് അടിക്കാനും പറ്റില്ല. ഈ ലോകത്ത്